2025 അവസാനം ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായാണ് വന്നെത്തുന്നത്. 90കളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൗമാരകാലത്തെ ഏറ്റവും വലിയ വികാരമായിരുന്ന MTV എന്ന സംഗീത സാമ്രാജ്യം അതിന്റെ പ്രതാപകാലം അവസാനിപ്പിക്കാൻ പോവുകയാണ്. പാരമൗണ്ട് ഗ്ലോബൽ എന്ന വമ്പൻ കമ്പനിയുടെ കീഴിലുള്ള MTV തങ്ങളുടെ 5 പ്രധാനപ്പെട്ട മ്യൂസിക് ചാനലുകൾ 2025 ഡിസംബർ 31 എന്നേക്കുമായി അടച്ചുപൂട്ടി. MTV മ്യൂസിക്, MTV 80s, MTV 90s, ക്ലബ് MTV, MTV ലൈവ് എന്നിവയാണ് ആ ചാനലുകൾ. ഒരു കാലത്ത് കൂൾ ആയിരിക്കുക എന്നതിന്റെ നിർവചനം തന്നെ MTV കാണുക എന്നതായിരുന്നു. എന്നാൽ ഇന്റർനെറ്റും സ്പോട്ടിഫൈയും യൂട്യൂബും ഇല്ലാതിരുന്ന കാലത്ത് സംഗീതത്തിന്റെ അവസാന വാക്കായിരുന്ന MTVക്ക് എന്തു പറ്റി? ഇത് വെറും ഒരു ചാനലിന്റെ അടച്ചുപൂട്ടലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും കാലവും മാറിയപ്പോൾ അതിനൊപ്പം മാറാൻ കഴിയാതെ പോയ ഒരു ബിസിനസ് ഭീമന്റെ പതനത്തിന്റെ കഥ കൂടിയാണ്. ഈ കഥ തുടങ്ങുന്നത് 1981 ഓഗസ്റ്റ് 1 അന്ന് അമേരിക്കയിൽ ഒരു പുതിയ പരീക്ഷണം നടന്നു. വാർണർ ആമെക്സ് സാറ്റലൈറ്റ് എന്റർടൈൻമെന്റ് എന്ന കമ്പനിയിലെ റോബർട്ട് പിറ്റ്മാൻ, ജോൺ ലാക്ക് തുടങ്ങിയവർ ടിവിയിൽ ടീനേജുകാർക്കായി കാര്യമായ പരിപാടികളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞു. കൗമാരക്കാരുടെ കയ്യിൽ സമയവും പണവുമുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടത് ടിവിയിലില്ല. ഈ ചിന്തയിൽ നിന്നാണ് 24 മണിക്കൂറും മ്യൂസിക് വീഡിയോകൾ മാത്രം കാണിക്കുന്ന ഒരു ചാനൽ എന്ന ആശയം ഉടലെടുത്തത്. അങ്ങനെ 1981 ഓഗസ്റ്റ് 1 രാത്രി 12:01 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ റോക്ക് ആൻഡ് റോൾ എന്ന പ്രഖ്യാപനത്തോടെ MTV പിറന്നു. അവർ സംപ്രേഷണം ചെയ്ത ആദ്യത്തെ വീഡിയോ ദി ബഗിൾസ് എന്ന ബാൻഡിന്റെ വീഡിയോ കിൽഡ് ദ റേഡിയോ സ്റ്റാർ എന്ന പാട്ടായിരുന്നു. അത് വെറും ഒരു പാട്ടായിരുന്നില്ല, അതൊരു പ്രവചനമായിരുന്നു. റേഡിയോയിൽ പാട്ട് കേട്ടിരുന്ന ഒരു കാലഘട്ടത്തെ വീഡിയോകൾ കൊന്നു തിന്നാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പായിരുന്നു അത്. തുടക്കത്തിൽ MTVക്ക് ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. മ്യൂസിക് കമ്പനികൾ തങ്ങളുടെ പാട്ടുകളുടെ വീഡിയോ നൽകാൻ മടിച്ചു. ടിവിയിൽ പാട്ട് ഫ്രീ ആയി കണ്ടാൽ പിന്നെ ആര് കാസറ്റും CD-യും വാങ്ങും? ഇതായിരുന്നു അവരുടെ ഭയം. എന്നാൽ ഐ വാണ്ട് മൈ MTV എന്ന പരസ്യ ക്യാമ്പയിൻ വലിയ വിജയമായി. യുവാക്കൾ കേബിൾ ഓപ്പറേറ്റർമാരെ വിളിച്ച് MTV വേണമെന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അതോടെ MTV അമേരിക്കയിലെ ഓരോ വീടുകളിലും എത്തി. മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ പോലുള്ള ആൽബങ്ങൾ MTVയിലൂടെ റിലീസ് ചെയ്തപ്പോൾ അത് വലിയ തരംഗമായി. വർണ്ണവിവേചനമില്ലാതെ കറുത്ത വർഗ്ഗക്കാരായ കലാകാരന്മാർക്കും MTV അവസരം നൽകി. 1996 MTV ഇന്ത്യയിലേക്ക് വരുന്നത്. ഉദാരവൽക്കരണത്തിന് ശേഷം വിദേശ ചാനലുകൾക്ക് ഇന്ത്യയിൽ അനുമതി ലഭിച്ച സമയമായിരുന്നു അത്. എന്നാൽ MTV വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർ TV ചാനൽ V എന്ന പേരിൽ ഒരു മ്യൂസിക് ചാനൽ തുടങ്ങിയിരുന്നു. ഇത് MTVക്ക് വലിയ വെല്ലുവിളിയായി. ഇന്ത്യൻ യുവാക്കളെ കയ്യിലെടുക്കാൻ MTV തങ്ങളുടെ രീതികൾ മാറ്റി. വെറും ഇംഗ്ലീഷ് പാട്ടുകൾ കാണിക്കുന്നതിന് പകരം അവർ ഇംഗ്ലീഷ് ശൈലി കൊണ്ടുവന്നു. ഇന്ത്യക്കാരായ വീഡിയോ ജോക്കികളെ അവതരിപ്പിച്ചു. നിഖിൽ ചിന്നപ്പ, സൈറസ് ബറൂച്ച, മലൈക്ക അറോറ, മിനി മാത്തൂർ തുടങ്ങിയവർ അന്നത്തെ യുവതലമുറയുടെ ഹരമായി മാറി. സൈറസ് ബറൂച്ച അവതരിപ്പിച്ച MTV ബക്ര പോലുള്ള പരിപാടികൾ വലിയ ഹിറ്റായി. ഫാൽഗുനി പഥക്, ദലർ മെഹന്തി, ലക്കി അലി, കൊളോണിയൽ കസിൻസ് തുടങ്ങിയ ഇൻഡി പോപ്പ് കലാകാരന്മാർക്ക് സിനിമയ്ക്ക് പുറത്ത് വലിയൊരു വേദി ലഭിച്ചത് MTVയിലൂടെയാണ്. ബോളിവുഡ് പാട്ടുകൾക്കപ്പുറം ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര സംഗീത സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ MTV വഹിച്ച പങ്ക് വളരെ വലുതാണ്. MTVയുടെ ഏറ്റവും വലിയ എതിരാളി ചാനൽ V ആയിരുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ 2018 ചാനൽ V ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. MTVയെ അനുകരിക്കാൻ ശ്രമിച്ച് ചാനൽ V പലപ്പോഴും തങ്ങളുടെ തനതായ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി. ഇടയ്ക്ക് സംഗീതം കുറച്ചു, പിന്നീട് ഡെയിലി സോപ്പുകൾ തുടങ്ങി, വീണ്ടും സംഗീതത്തിലേക്ക് തിരിച്ചുപോയി. ഈ ചാഞ്ചാട്ടം കാരണം പ്രേക്ഷകർക്ക് അവരോടുള്ള താല്പര്യം കുറഞ്ഞു. മറുവശത്ത് MTV ഇന്ത്യ ബുദ്ധിപൂർവ്വം നീങ്ങി. വെറും പാട്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവർ യുവജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിയാലിറ്റി ഷോകളിലേക്ക് തിരിഞ്ഞു. റോഡീസ്, സ്പ്ലിറ്റ്സ് വില്ല തുടങ്ങിയ പരിപാടികൾ യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചയായി. ഇത് MTV ഇന്ത്യയെ ഇന്നും നിലനിൽക്കാൻ സഹായിച്ചു. MTVയുടെ ആഗോളതലത്തിലുള്ള തകർച്ച തുടങ്ങിയത് 90കളുടെ അവസാനത്തിലും 2000ങ്ങളുടെ തുടക്കത്തിലുമാണ്. ഇന്റർനെറ്റിന്റെ വരവായിരുന്നു പ്രധാന കാരണം. ഇന്റർനെറ്റ് വന്നതോടെ ആളുകൾ പാട്ടുകൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. മ്യൂസിക് ഇൻഡസ്ട്രിക്ക് ഇത് വലിയ തിരിച്ചടിയായി. പാട്ടുകൾ ഹിറ്റാക്കാൻ മ്യൂസിക് കമ്പനികൾ MTVയെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. MTVയുടെ ശവപ്പെട്ടിയിലടിച്ച അവസാനത്തെ ആണിയായിരുന്നു യൂട്യൂബ്. MTVയിൽ ഇഷ്ടപ്പെട്ട പാട്ട് വരാൻ മണിക്കൂറുകൾ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ യൂട്യൂബിൽ ഏത് പാട്ടും എപ്പോൾ വേണമെങ്കിലും കാണാമെന്ന അവസ്ഥ വന്നു. സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് എന്നിവ വന്നതോടെ പാട്ട് കേൾക്കാൻ ആരും TV തുറക്കാതെയായി. ഇതോടെ 2010 MTV തങ്ങളുടെ ലോഗോയിൽ നിന്ന് മ്യൂസിക് ടെലിവിഷൻ എന്ന വാചകം തന്നെ എടുത്തു മാറ്റി. തങ്ങൾ ഇനി വെറും ഒരു സംഗീത ചാനൽ അല്ല, മറിച്ച് ഒരു എന്റർടൈൻമെന്റ് ചാനലാണെന്ന് അവർ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് MTVക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാതിരുന്നത്. ലോകം മാറിയപ്പോൾ MTV മാറിയില്ല. യൂട്യൂബ് വരുന്നതിന് മുമ്പ് തന്നെ ഇന്റർനെറ്റിൽ വീഡിയോകൾ കാണിക്കാനുള്ള അവസരം MTVക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവർ പഴയ കേബിൾ TV മാതൃകയിൽ തന്നെ തുടർന്നു. 2007 അവർ ഒരു ഓൺലൈൻ മ്യൂസിക് സർവീസ് തുടങ്ങിയെങ്കിലും അത് പരാജയപ്പെട്ടു. റിയാലിറ്റി ഷോകളിലുള്ള അമിത ശ്രദ്ധ,
സംഗീതത്തിൽ നിന്ന് വരുമാനം കുറഞ്ഞപ്പോൾ MTV അമേരിക്കയിൽ ജേഴ്സി ഷോർ, ടീൻ മോം തുടങ്ങിയ റിയാലിറ്റി ഷോകൾക്ക് പിന്നാലെ പോയി. ഇത് സാമ്പത്തികമായി ലാഭമുണ്ടാക്കിയെങ്കിലും മ്യൂസിക് ചാനൽ എന്ന അവരുടെ യഥാർത്ഥ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി. സംഗീതത്തെ സ്നേഹിച്ചിരുന്ന പഴയ പ്രേക്ഷകർ ചാനലിനെ കൈവിട്ടു. ഇന്ന് യൂട്യൂബ് ഷോർട്സും ഇൻസ്റ്റഗ്രാം റീൽസുമാണ് പുതിയ ട്രെൻഡുകൾ. പണ്ടൊരു പാട്ട് ഹിറ്റാകണമെങ്കിൽ അത് MTVയിൽ വരണമായിരുന്നു. ഇന്നത് ഇൻസ്റ്റയിൽ വൈറലായാൽ മതി. പുതിയ തലമുറയ്ക്ക് MTV എന്ന ചാനലിന്റെ ആവശ്യം തന്നെ ഇല്ലാതായി. 2014 അമേരിക്കയിൽ പ്രൈം ടൈമിൽ ഏകദേശം 87 ലക്ഷം ആളുകൾ MTV കണ്ടിരുന്നു. എന്നാൽ 2023 ആയപ്പോഴേക്കും ഇത് വെറും 2.5 ലക്ഷമായി കുറഞ്ഞു. ഈ കണക്കുകൾ തന്നെ MTVയുടെ തകർച്ച എത്ര വലുതാണെന്ന് കാണിക്കുന്നു. ചാനൽ പൂട്ടാനുള്ള തീരുമാനത്തിന് പിന്നിൽ സാമ്പത്തികമായ കാരണങ്ങളുമുണ്ട്. MTVയുടെ മാതൃ കമ്പനിയായ പാരമൗണ്ട് ഗ്ലോബൽ സ്കൈഡാൻസ് മീഡിയ എന്ന കമ്പനിയുമായി ലയിക്കുകയാണ്. ഈ ലയനത്തിന്റെ ഭാഗമായി ചിലവ് ചുരുക്കലിന്റെ ആവശ്യമുണ്ട്. ഏകദേശം 4000 കോടി രൂപ ലാഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വരുമാനം കുറഞ്ഞ ചാനലുകളെ ഒഴിവാക്കി ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ പാരമൗണ്ട് പ്ലസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. UK, അയർലൻഡ്, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചാനലുകളാണ് ആദ്യം പൂട്ടുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. MTV ഇന്ത്യ ഇപ്പോഴും സുരക്ഷിതമാണ്. ഇതിനു കാരണം വിയാകോം 18ന്റെയും അതായത് ഇപ്പോഴത്തെ ജിയോ സ്റ്റാറിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ്. വെറും പാട്ടുകൾ കാണിക്കുന്ന ചാനലായി തുടരാതെ യുവാക്കൾക്ക് താല്പര്യമുള്ള റിയാലിറ്റി ഷോകളും ഡിജിറ്റൽ കണ്ടന്റുകളും നിർമ്മിക്കുന്നതിൽ അവർ വിജയിച്ചു. ഹസിൽ പോലുള്ള റാപ്പ് സംഗീത ഷോകൾ നടത്തി അവർ പുതിയ കാലത്തെ സംഗീത പ്രേമികളെയും കൂടെ കൂട്ടി. MTVയുടെ കഥ ബിസിനസ് ലോകത്തിന് ഒരു വലിയ പാഠമാണ്. നമ്മൾ എത്ര വലിയ വിജയമാണെങ്കിലും കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറില്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. നോക്കിയ ഫോണുകൾക്ക് സംഭവിച്ചതുപോലെ MTVക്കും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വൈകിപ്പോയി. 90കളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം MTV എന്നത് വെറും ഒരു ചാനലല്ല, അതൊരു വികാരമായിരുന്നു. സ്കൂൾ വിട്ടു വന്നാൽ TVക്ക് മുന്നിലിരുന്ന് ഇഷ്ടപ്പെട്ട പാട്ടിനായി കാത്തിരുന്ന ആ സുന്ദര കാലത്തിന്റെ ഓർമ്മകൾ മാത്രമാകും ഇനി ബാക്കി. വീഡിയോ കിൽഡ് ദ റേഡിയോ സ്റ്റാർ എന്ന് പാടിത്തുടങ്ങിയ MTVയെ ഒടുവിൽ ഇന്റർനെറ്റ് കിൽഡ് ദ വീഡിയോ സ്റ്റാർ എന്ന യാഥാർത്ഥ്യം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈ മാറ്റം അനിവാര്യമാണ്. സാങ്കേതിക വിദ്യ വളരുമ്പോൾ പഴയത് വഴി മാറിയേ തീരൂ. എങ്കിലും സംഗീതത്തെ സ്നേഹിക്കാൻ ഒരു തലമുറയെ പഠിപ്പിച്ച MTV എന്ന 3 അക്ഷരം ചരിത്രത്തിൽ എന്നും മായാതെ നിൽക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.